എല്ലാവർക്കും നമസ്കാരം. കേരള ഫിലിം ചേംബറിൻ്റെ ഇങ്ങനെയൊരു സ്നേഹോപഹാരം വാങ്ങുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം സിനിമ എന്താണെന്നറിയാതെ ഇരുന്ന ഒരു കാലഘട്ടത്തിൽ നല്ല നല്ല സിനിമകൾ നിർമ്മിച്ച സീനിയറായ നിർമ്മാതാക്കളെ കണ്ടുകൊണ്ട് സിനിമാ രംഗത്തേക്ക് വരികയും അവരോടൊപ്പം അവരും എന്നോടൊപ്പം എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു അടങ്ങുന്ന ഈ ഒരു വലിയ സദസ്സ്, അതുപോലെ തന്നെ എൻ്റെ സഹപ്രവർത്തകരായ എൻ്റെ കൂടെയുള്ള വിതരണക്കാർ, എന്നെ സ്നേഹിക്കുന്ന തിയേറ്റർ ഉടമകൾ, ഇവരെല്ലാവരും അടങ്ങുന്ന കേരള ഫിലിം ചേംബർ നൽകുന്ന ഈ ഉപഹാരമാണ് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഉപഹാരമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇത് മുഴുവൻ ഇവിടെ ഇരിക്കുന്നവരുടെ എല്ലാം സ്നേഹമാണ് ഈ സിനിമകളുടെ വിജയം. ഞാൻ ഇപ്പം ഈ ആദരിക്കുന്ന ഇതിൽ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്ന ഒന്നരുടെ കാര്യങ്ങളൊക്കെ പറയാം. ഞാൻ 91 എൻ്റെ ആദ്യത്തെ സിനിമ റിലീസ് ചെയ്തത്. അന്ന് എൻ്റെ സിനിമയിൽ അഭിനയിച്ച നായികനാണ് ഉർവശിക്ക്. ആ സിനിമയിൽ സംസ്ഥാന അവാർഡ് കിട്ടി. ആദ്യത്തെ സിനിമ പ്രദർശിപ്പിച്ച 3 പ്രദർശനശാലകളുടെ ആളുകൾ ഇരിപ്പുണ്ട്. എറണാകുളം മൈമോ 75 ദിവസം തുടർച്ചയായി കളിച്ചു ചിത്രം. തലവരപ്പുറം നൈസ് കോതമംഗലം ജവഹർ. അതെനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. സാജുവാണ് എൻ്റെ ഓഫീസിൽ വരുന്ന ആള്. ഇപ്പം ജോണിച്ചേട്ടൻ പറഞ്ഞ കറക്റ്റാണ്. അന്ന് കൊച്ചു പയ്യനായിരിക്കുമ്പോൾ, ഞാൻ കൊച്ചു പയ്യൻ തന്നെയാണ്, പക്ഷെ അന്ന് എൻ്റെ ഓഫീസിൽ ഈ സിനിമ അവിടെ കളിക്കാൻ വേണ്ടി വരുന്ന ആള് അന്നത്തെ സമയത്തൊക്കെ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ സാജുവാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവരെല്ലാവരും ഇവിടെ ഇട്ടുണ്ട്. ഹിമ്മത് ഭായി എനിക്ക് വർഷങ്ങൾ മുമ്പ് അറിയാം. ഇനി നമ്മൾ സ്വപ്ന ബേബിച്ചേട്ടനെ കുറിച്ച് പറയുമ്പോൾ, സ്വപ്ന ബേബിച്ചേട്ടൻ ശരിക്കും പറഞ്ഞാൽ ഇവിടെ പലർക്കും അറിയാത്തതായതുകൊണ്ട് കമലഹാസനെയും ശ്രീദേവിയും വെച്ച് സിനിമ എടുത്താണ്. കാരണം പലർക്കും അറിയില്ല. കാരണം അദ്ദേഹം പണ്ട് പിന്നെ ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ കൂടെ സിനിമ എടുത്ത ആളാണ്. ശ്രീകുമാരൻ തമ്പി സാറിനെ സിനിമയിലേക്ക് കൊണ്ടുവന്ന കൂട്ടത്തിൽ അന്നുണ്ടായിരുന്ന ആളാണ് ബേബിച്ചേട്ടൻ. അതുപോലെ വിജയവരാഘട്ടൻ, കുട്ടിയേട്ടൻ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. എൻ്റെ എത്രയോ സിനിമകളിൽ നല്ല നല്ല വേഷങ്ങൾ അഭിനയിച്ച ആളാണ്. ഇവരെല്ലാവരും അടങ്ങുന്ന ഒരു വലിയ ഒരു അതിലുപരി ഞാൻ പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. KT കുഞ്ഞുമോൻ. ഞാൻ സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് എൻ്റെ അച്ഛൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ്. അപ്പോൾ ഞാൻ കണ്ടിട്ടുള്ളതൊക്കെ ഞങ്ങളുടെ നാട്ടിൽ വെച്ച് തന്നെയാണ്. പിന്നീട് ഇപ്പോഴും എല്ലാ കാര്യങ്ങളും, എൻ്റെ എല്ലാ ചെറിയ ചെറിയ കാര്യങ്ങളും എന്നെ വിളിച്ച് എന്നെ തിരക്കുന്ന ഒരാളാണ് കുഞ്ഞുമോൻ. കുഞ്ഞുമോൻ്റെ വളർച്ച ഞങ്ങളുടെ നാടിൻ്റെ വളർച്ചയായി ഞങ്ങൾ ആഘോഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം എല്ലാവരും അടക്കുന്ന ഈ ചേംബറിൻ്റെ ഇങ്ങനെ ഒരു വലിയ സദസ്സിൽ ഇങ്ങനെ ഒരു സ്നേഹോപഹാരം വാങ്ങുമ്പോൾ വളരെ വളരെ അഭിമാനമുണ്ട്. പിന്നെ എനിക്ക് നന്ദി പറയേണ്ടത് ഇതിനിടയിൽ ഈ സിനിമയിൽ പിന്നണിയിൽ പ്രവർത്തിച്ച തരുൺമൂർത്തി ഉൾപ്പെടെയുള്ള ഒരു പറ്റം ചെറുപ്പക്കാരുടെ ആത്മാർത്ഥമായ പ്രവർത്തനം, എന്നോടൊപ്പം നിന്ന മോഹൻലാൽ, ലാലേട്ടൻ ഉൾപ്പെടെയുള്ള ശോഭൻ ഉൾപ്പെടെയുള്ള പ്രകാശ് വർമ്മയുള്ള അതിൻ്റെ അഭിനയിച്ച ആർട്ടിസ്റ്റുകളുണ്ട്. അതുപോലെ തന്നെ എന്നോടൊപ്പം നിന്ന എൻ്റെ കുടുംബമുണ്ട്. ഒരു പതർച്ച വരുമ്പോഴും എന്നോടൊപ്പം നിന്നിരുന്ന ഈ സിനിമയുടെ പല വേളകളിലും പതർച്ച വരുമ്പോൾ എന്നോടൊപ്പം ആന്റണി പെരുമ്പാവൂരുണ്ട്. എൻ്റെ സിനിമ വലിയ ഹിറ്റായി ഓടിച്ചു തന്ന ഇതിൻ്റെ തിയേറ്റർ ആളുകളുണ്ട്, തിയേറ്റർ ഉടമകളുണ്ട്. അതുപോലെ തന്നെ ഇത് ഏറ്റവും വലിയ ഹിറ്റാക്കി തന്ന കേരളത്തിലെ പ്രേക്ഷകരുണ്ട്. എല്ലാവരോടുള്ള നന്ദി തുടരും.